And the first topic which we are going to discuss is about the Nammayatri. നമ്മയാത്രി എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാം ബാംഗ്ലൂരിൽ അല്ലെങ്കിൽ കർണാടകത്തിലാണ് നമ്മ. അതുപോലെ തന്നെ നമ്മൾ ഈ ആന്ധ്ര തെലുങ്കാന സൈഡിലൊക്കെ ഗാറു എന്ന വാക്ക്, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. സോ നമ്മയാത്രി എന്ന പേരില് ഒരു പ്രൊജക്റ്റാണ്. അപ്പൊ അത് കോമൺലി അവർ ഉദ്ദേശിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മൾ എന്നൊരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. കർണാടക എന്നുള്ളൊരു കൺസെപ്റ്റ് ഒന്നും വന്നിട്ടില്ല അതില്. ബിക്കോസ് നമ്മയാത്രി ഈസ് എ പ്രോഗ്രാം ഡെബ്യൂട്ടഡ് ഇൻ ഡൽഹി വിത്ത് 10,000 ഓട്ടോ ഡ്രൈവേഴ്സ്. ഓക്കെ, അതായത് നമുക്കറിയാം, ഞാനും നിങ്ങളും ഒക്കെ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഇപ്പൊ കടകളിൽ പോയി വാങ്ങിക്കുന്നതിനേക്കാൾ ഉപരി ഓൺലൈനിലാണ് വാങ്ങിക്കുന്നത്. സോ ഓൺലൈൻ നമ്മൾ സാധനം വാങ്ങിക്കാൻ വേണ്ടി വി ഡിപ്പെൻഡ് അപ്പോൺ സർട്ടൺ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്സ്. ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം വെബ്സൈറ്റ്സിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. So like Amazon, like Flipkart, like Mindra. So we are depending on these kind of websites. So likewise, in India, the government of India is launching their own e-commerce website. We call it as the Open Network for Digital Commerce. ഒരു ഭയങ്കര വലിയൊരു റെവല്യൂഷണറി കൺസെപ്റ്റ് ആണ് വരാൻ പോകുന്നത്. അതാണ് ONDC. ONDC ഫോർ ഡിജിറ്റൽ കൊമേഴ്സ്. അപ്പൊ എനിക്ക് നിങ്ങൾക്കുള്ള സാധാരണ ചെറുകിട കുഞ്ഞു ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ അവരുടെ സാധനങ്ങൾ ഇതുപോലുള്ള വെബ്സൈറ്റ് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ വിൽക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഇനി അഥവാ വിറ്റ് കഴിഞ്ഞാൽ തന്നെ ആമസോണും ഫ്ലിപ്കാർട്ട് അമേരിക്കൻ കമ്പനീസ് ആയതുകൊണ്ട് തന്നെ അമേരിക്കൻ കമ്പനീസ് നമ്മുടെ ഇന്ത്യൻ ആൾക്കാരിൽ നിന്ന് വാങ്ങിക്കുന്ന എമൗണ്ട് ഭയങ്കര ഹെവി ആയിരിക്കും. അതിന് പകരമായിട്ട് ഗവൺമെന്റ് തന്നെ അങ്ങനെ ഒരു വെബ്സൈറ്റ് തുടങ്ങിയാലോ, നമ്മുടെ ആൾക്കാർക്ക് ബിസിനസ്സിന് കുറച്ച് പ്രൊമോഷൻ കുറച്ച് സൗകര്യം ഉണ്ടാവും. സോ ദാറ്റ്സ് ദ കൺസെപ്റ്റ് ബിഹൈൻഡ് ദ ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മയാത്രി എന്നൊരു പ്രൊജക്ട് റീസെന്റ് ലോഞ്ച് ചെയ്തു. അതാണ് പത്രത്തിൽ നമുക്കറിയാനുള്ള എന്താണ്, നമ്മയാത്രി ഡീറ്റെയിൽസ് ആണ്. 2020 ലോഞ്ച് ചെയ്യുന്നത്. എവിടെ? കൊച്ചി. ഓക്കെ, കൊച്ചിയിൽ പേര് വന്നപ്പോ യാത്രി എന്ന് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മയാത്രി എന്ന് പറഞ്ഞാല് ഇന്ത്യയിലെ ഒരു ഫസ്റ്റ് ടൈപ്പ് ഓഫ് മൊബൈൽ നെറ്റ്വർക്ക് മൊബിലിറ്റി ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, ഒരു ആപ്പ്, മൊബൈൽ മൊബിലിറ്റി ആപ്ലിക്കേഷൻ ആണ്. ഇതിനെ ഉപയോഗിക്കണേ നമുക്ക് ആൾക്കാരുടെ ഇടയ്ക്ക് ഉള്ള ആളുടെ ആവശ്യമില്ലാതെ തന്നെ ഓട്ടോറിക്ഷ എവിടെ നിന്നും ആർക്കും ഓട്ടോറിക്ഷ വിളിച്ച് ട്രാവൽ ചെയ്യാനുള്ള സൗകര്യം. അപ്പൊ ഓട്ടോറിക്ഷക്കാരൻ ഗുണമായി, നമുക്ക് ഗുണമായി. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഓല, ഊബർ അങ്ങനെ ചില സർവീസ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും, അവര് കാറുകാർക്ക് ഇടയിൽ നിന്നും കമ്മീഷൻ വാങ്ങിക്കും, നമ്മുടെ നിന്നും കമ്മീഷൻ വാങ്ങിച്ചിട്ടാണ് നമ്മളെയും കാറുകാരനെ നമ്മൾ ലിങ്ക് ചെയ്യണം. ഇവിടെ ഓട്ടോറിക്ഷക്കാരായിട്ട് ലിങ്ക് ചെയ്യുന്നത് എന്തായിരിക്കും, ഒരു ഓപ്പൺ കൺസെപ്റ്റ് വഴിയാണ്. അപ്പൊ മിഡിൽ മാൻ ഇല്ല. സോ ഓട്ടോറിക്ഷനെ ലിങ്ക് ചെയ്തിട്ട് ഓട്ടോറിക്ഷാസ് ആർ ദ ഫസ്റ്റ് ഓഫ് ദ മെനി സർവീസ് പ്രൊവൈഡേഴ്സ് ടു ജോയിൻ ദ മൊബിലിറ്റി നെറ്റ്വർക്ക്സ്. ഗവൺമെന്റിന് തന്നെ ആയതുകൊണ്ട് തന്നെ സാധാരണ ഓട്ടോറിക്ഷക്കാർ, ഇപ്പൊ നിങ്ങൾക്ക് അറിയാമോ, ഏറ്റവും കൂടുതൽ ടാക്സികളുള്ളത് കേരളം നോക്കിയാൽ ടാക്സികളെക്കാൾ കൂടുതൽ ഓട്ടോറിക്ഷയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ കസ്റ്റമറിന് KYC എന്ന് പറഞ്ഞാൽ നോ യുവർ കസ്റ്റമർ എന്ന്. അപ്പൊ ആ വേരിഫിക്കേഷൻ ഒക്കെ എടുത്തിട്ടാണ് അവർ ആഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇവന്മാർ ആരെങ്കിലും ഓട്ടോറിക്ഷ കയറുന്നവരെ തട്ടിക്കൊണ്ടു പോയാലൊക്കെ പ്രശ്നമാവില്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഓപ്പൺ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ആപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ആപ്പ് ഒരു കോമൺ നെറ്റ്വർക്ക് സ്റ്റാൻഡേർഡ് എല്ലാം ഡിഫൈൻ ചെയ്ത് ONDC ബിൽഡ് ചെയ്താണ്. അതിനുപയോഗിച്ച ഒരു സോഫ്റ്റ്വെയർ ടെക്നോളജി അല്ലെങ്കിൽ ഒരു നിയമവ്യവസ്ഥയുണ്ട്, പ്രോട്ടോകോൾ ഉണ്ട്. ദാറ്റ് ഇസ് ബെക്കൻ പ്രോട്ടോകോൾ. ഓപ്പൺ സോഴ്സ് ആണ്. ലിനക്സ്, ഉബുണ്ടു എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഓപ്പൺ സോഴ്സ് ഉപയോഗിച്ചാണ് ഈ ആപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്രയും പോയിന്റ്സ് ആണ് ബേസിക്കലി അറിഞ്ഞു വെക്കേണ്ടത്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ടോപ്പിക് വിച്ച് വി ആർ ഡിസ്കസിംഗ് ടുഡേ, ദാറ്റ് ഇസ് അബൌട്ട് ദ നമ്മയാത്രി. റെസ്റ്റ് ഓഫ് ദ പോയിന്റ്സ് ആർ സിമ്പിൾ പോയിന്റ്സ്. ഇറ്റ് ഈസ് ഓപ്പറേറ്റഡ് ഇൻ 7 cities. എല്ലാം ഫാക്ടുകളാണ്, നിങ്ങളത് വായിച്ചോളുക. ഇതിന്റെ ബാക്കപ്പില് ജസ്റ്റ് പേ എന്നൊരു പേയ്മെന്റ് ആപ്ലിക്കേഷൻ കൂടെ ഉണ്ട്. ഓക്കെ, ഏകദേശം 1.7 ലക്ഷം ഡ്രൈവേഴ്സും 4 ലക്ഷം കസ്റ്റമേഴ്സും ഒക്കെ ഇപ്പോൾ അത് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് മറ്റൊരു ന്യൂസ്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്, നമ്മയാത്രി പ്രൊജക്ട്. ഇപ്പൊ ഇതിൽ ഉണ്ടോ 25 രൂപയുള്ളൂ, വളരെ ചെറിയ ദൂരത്തിനൊക്കെയാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് നമ്മയാത്രി. And the second important topic which we are discussing today is the Pradhan Mantri Kisan Samman Nidhi. അപ്പൊ കിസാൻ എന്ന് പറയുമ്പോൾ പറയാം കർഷകർക്ക് വേണ്ടിയാണ്, നിധി എന്ന് പറയുമ്പോൾ വെൽത്ത്, സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്കീമാണ്. അപ്പൊ തന്നെ മനസ്സിലായി. അപ്പൊ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ എന്നൊരു രീതിയിൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, എവറി 4th ബെനിഫിഷ്യറി ആഡഡ് അണ്ടർ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഓവർ ദ പാസ്റ്റ് 2 months ഇസ് എ വുമൺ. അതായത് സ്ത്രീകള് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്ത്രീകൾ കൃഷി മേഖലയിൽ കൂടുതലാണ് എന്ന് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും.
കാരണം എന്താ, ഈ പ്രധാനമന്ത്രിയുടെ കിസി സമ്മാൻ നിധിയിലേക്ക് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നവരെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ 2 മാസവും, കഴിഞ്ഞ 2 മാസം നോക്കുവാണെങ്കിൽ എല്ലാ 4 പേരിൽ ഒരാൾ, നാലാമത്തെ ആളായിട്ട് പെൺകുട്ടികളാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു കൺസെപ്റ്റ് ഈ ഒരു ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രി കിസി സമ്മാൻ നിധിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ പ്രധാനമന്ത്രി കിസി സമ്മാൻ നിധി എന്നുള്ളതാണ്? 2018 ഇത് ലോഞ്ച് ചെയ്തത്. കൃഷി ആയതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ ആൻഡ് ഫാമിലി ഫാർമേഴ്സ് വെൽഫെയർ ബോർഡാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. നമുക്കറിയാം, സാധാരണക്കാരായ ആൾക്കാരുള്ള കൃഷിക്കാർക്ക് വളരെ മാർജിനാണ്. അപ്പൊ അവർക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങിക്കാൻ, കൃഷി ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാനൊക്കെ ചിലപ്പം ചെറിയ പൈസയുടെ 50,000 രൂപ 1 ലക്ഷം രൂപയുടെ ഷോർട്ടേജ് വരും. അപ്പൊ അതിനുവേണ്ടി അവർ ബ്ലേഡ് പലിശക്കാരിൽ നിന്നൊക്കെ പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർ കർഷക ആത്മഹത്യയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചില സ്കീമുകൾ വരുവാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതെ ആ കർഷകരെ സംരക്ഷിക്കാൻ പറ്റും. സോ ഇറ്റ് ഈസ് ഫോർ ദ റൂറൽ ഡെവലപ്മെന്റ് ഓർ സപ്ലിമെന്റിങ് ദ ഫിനാൻഷ്യൽ നീഡ്സ്. ഓക്കെ. അപ്പൊ ഇങ്ങനെ എഫോർട്ട് എടുക്കുന്നത് വഴി എന്താണ്, ജനങ്ങൾ, അതായത് ഫാർമേഴ്സിന്റെ വരുമാനം ഡബിൾ ആക്കാം എന്നൊരു ഗവൺമെന്റിന്റെ തീരുമാനം കൂടെ ഇതിന്റെ പിന്നിലുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഒരു കിസാൻ സമ്മാൻ നിധി പ്രോജക്റ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കും. അപ്പൊ ഈ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്ന പരിപാടിയില് 1 രൂപ പോലും സംസ്ഥാനങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് 100% ഫണ്ടിങ് ഫ്രം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അതുകൊണ്ട് ഇതിനെ നമ്മൾ സെൻട്രൽ സെക്ടർ സ്കീം എന്നും പറയും. ഡിസംബർ മാസത്തില് 2018 സാധനം ലോഞ്ച് ചെയ്തു. ഓക്കെ. അപ്പൊ ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മളൊക്കെ ഇവിടെ നാട്ടിലൊക്കെ പറയായിരുന്നു പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്ന് 6,000 രൂപ അക്കൗണ്ടിൽ വന്നതൊക്കെ. അത് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ദ സ്കീം. ഓക്കെ. സോ ദിസ് ഈസ് അബൌട്ട് പ്രധാൻ മന്ത്രി കിസാൻ സമ്മാൻ യോജന. ഓക്കെ. അടുത്തത് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് വിച്ച് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് അബൌട്ട് ദ സ്കീം എക്സ്ക്ലൂഷൻ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് തന്നെയാണ്. അപ്പൊ ഈ സ്കീം എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണക്കാരായ കൃഷിക്കാർക്ക് വേണ്ടിയുള്ള ബെനിഫിറ്റിന് വേണ്ടിയാണ് ഈ സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ചിലപ്പോ ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പോ പഞ്ചാബ് ഒക്കെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പഞ്ചാബില് സാധാരണക്കാരനായ കൃഷിക്കാരെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒട്ടുമിക്ക കൃഷിക്കാരും ലക്ഷപ്രഭു കോടീശ്വരന്മാരാണ്. അവർക്ക് ഒത്തിരി സ്ഥലങ്ങളും തോട്ടങ്ങളും ഒക്കെ ഉണ്ട്. വൺ മിനിറ്റ്, everybody just hold on. യാ. അപ്പൊ ഈ ഇപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥന്മാരായ ആൾക്കാര് അവർ കൃഷി ചെയ്യാന്നും പറഞ്ഞിട്ട് ഈ ഈ ഒരു 6,000 രൂപ മേടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെ വൻകിട കൃഷിക്കാർ വലിയ മെഷീനറി ഒക്കെ ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്ന വലിയ കൃഷിക്കാരുണ്ട്, അവര് പറ്റിക്കാം. അപ്പൊ എങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് ഒഴിവാക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതല്ല. ഓക്കെ. അപ്പം വലിയ ടൈപ്പ് എക്കണോമിക് സ്റ്റാറ്റസ് ഉള്ള ഫാർമേഴ്സിനെ എക്സ്ക്ലൂഡ് ചെയ്യാനുള്ള തീരുമാനവും ഇവിടെ നമുക്കുണ്ട് എന്നുള്ളവരാണ് പോയിന്റ്. ജസ്റ്റ് ഒരു പോയിന്റ് മാത്രമാണ്, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ. സോ ദ സെക്കൻഡ് ടോപ്പിക് വിച്ച് we discussed is about the പ്രധാൻ മന്ത്രി കിസാൻ നിധി സമ്മാൻ യോജന. എന്താന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി തേർഡ് ഇമ്പോർട്ടന്റ് ടോപ്പിക് in this note is about the പക്കെ പാഗ ഹോൺബിൽ ഫെസ്റ്റിവൽ. ഈ ഇന്ത്യയില് അരുണാചൽ പ്രദേശ് നമുക്കറിയാം, ഞാൻ നിങ്ങളോട് ഓൾറെഡി പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ആസാം, മണിപ്പൂർ, മേഘാലയ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു 6 സംസ്ഥാനങ്ങളുണ്ട്, കുഞ്ഞു സംസ്ഥാനങ്ങൾ. ഓക്കെ. ഈ കുഞ്ഞു സംസ്ഥാനങ്ങളില് അവരുടേതായ ടൂറിസം, അതായത് ടൂറിസം എന്നൊരു കൺസെപ്റ്റ് മാത്രമേ അവർക്ക് വരുമാന മാർഗമായിട്ടുള്ളൂ. ഓക്കെ. ടൂറിസം മാത്രമേ അവർക്ക് വരുമാന മാർഗമുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ടൂറിസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ അരുണാചൽ പ്രദേശിൽ നടക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് ഈ പറഞ്ഞ ഹോൺബിൽ ഫെസ്റ്റിവൽ. ഓക്കെ. ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് സമയം കിട്ടുമെങ്കിൽ പോയി അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ ഉത്സവം പോലത്തെ ഒരു ചെറിയ പരിപാടിയാണ്. ഈ നാഗ ടൈപ്പ് ഓഫ് ഒരുതരം പർട്ടിക്കുലർ ട്രൈബ്സ് ഉണ്ട് അവിടെ, നാഗ ട്രൈബ്സ്. അവരുടെ ഇടയിലുള്ള വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഹോൺബിൽ എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മുടെ മറ്റേ എന്താ പറയാ മലയാളത്തില്, വേഴാമ്പൽ. ഓക്കെ. സോ വേഴാമ്പൽ എന്നതിനെ ബേസ് ചെയ്തിട്ട്, വേഴാമ്പൽ എന്നുള്ള പക്ഷിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവർ ഈ ഫെസ്റ്റിവൽ നടത്തുന്നത്.
നാഗാലാൻഡിലെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള എത്നിക് ഗ്രൂപ്പുകൾ. എത്നിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ട്രൈബൽ ഗ്രൂപ്പുകളുണ്ട്. ഈ ട്രൈബൽ ഗ്രൂപ്പുകളെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ഫെസ്റ്റിവൽ കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവരുടേതായ നാടൻ ഡാൻസ് ഫോംസ്, അതുപോലെ തന്നെ ഫങ്ഷൻസ്, അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ സെയിൽ ചെയ്യുക, അവർക്ക് പൈസ കിട്ടുക. ഓക്കെ, അങ്ങനെയൊക്കെ കുറെ പരിപാടികളുണ്ട്. ഇതില് എനിക്ക് ഏറ്റവും ഇതില് പറയാനുള്ള ഒരു സാധനം, നിങ്ങൾ ഫ്രീ ആകുമ്പോൾ നിങ്ങൾ ഗൂഗിൾ അടിച്ച് നോക്കിയാൽ മതി. ഈ ഫെസ്റ്റിവലിന് ഒരു വലിയ മത്സരമുണ്ട്. അതാണ് ഗോസ്റ്റ് പെപ്പർ. എനിക്ക് തോന്നുന്നത് നാഗ കിങ് ചില്ലി എന്ന് പറയും. ഇപ്പൊ ചില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ചില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളകാണ്, മുളക്. ഈ അരുണാചൽ പ്രദേശില് അല്ലെങ്കിൽ നാഗാലാൻഡ് സൈഡിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു മുളകുണ്ട്. അതിന് ചുമന്ന് തുടുത്തിരിക്കുന്ന ഒരു മുളകുണ്ട്. അതിന് പറഞ്ഞ പേരാണ് ഞാൻ ഈ പറഞ്ഞ നാഗ കിങ് ചില്ലി. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് വലിയ കിങ് എന്ന് പറഞ്ഞാൽ വലിയ സൈസ് ഒന്നുമില്ല, ചെറിയ മുളക്, നമ്മുടെ അത്രയും മുളകൊക്കെ തന്നെയാണ്. പക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ എരിവുള്ള ഒരു മുളകാണിത്. ഓക്കെ, അപ്പൊ ഇത് ഒരു കോമ്പറ്റീഷൻ ആയിട്ട് ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ നടത്താറ്. ഏറ്റവും കൂടുതൽ മുളക് ആര് തിന്നണോ അവർക്ക് ഫസ്റ്റ് ഇത്ര നല്ല എമൗണ്ട് പ്രൈസ് കിട്ടും. ഒരറ്റം തിന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ പോകുന്ന രീതിയിലുള്ള മുളകാണ്, അത്രയും ഭീകരമാണ്. സോ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ഫെസ്റ്റിവൽ, ഹോൺബിൽ ഫെസ്റ്റിവൽ. ഓക്കെ, സോ ഹോൺബിൽ ഫെസ്റ്റിവലിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഡെഫിനറ്റ്ലി സ്റ്റേറ്റ് ഫെസ്റ്റിവൽ ആണ് അവരുടെ. ഓക്കെ, ആൻഡ് ദിസ് ബേസിക്കലി എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ പക്ക എന്നുള്ള ടൈഗർ റിസർവായിട്ട് ബന്ധപ്പെട്ട് ഈ ഹോൺബില്ലുകൾ, അതെ, ഹോൺബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേഴാമ്പലുകൾ, അപ്പൊ അവിടെ ഉണ്ടാവും. സോ അവരെ നമ്മൾ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ പ്രത്യേകം ഒരു 3-4 ടൈപ്പ് ഹോൺബില്ലുകളിൽ ഒരു 4 ടൈപ്പ് ഓഫ് സ്പീഷീസ് അവൈലബിൾ ആണ് അവിടെ. ഓക്കെ, അപ്പൊ അതിന്റെ ആ ഒരു ഐക്കോണിക് ബേർഡിനെ സംരക്ഷിക്കണം, അതൊക്കെ ബന്ധപ്പെട്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മള് ഈ പറഞ്ഞ ഹോൺബിൽ ഫെസ്റ്റിവൽ ഇതിന് പേരിട്ടിരിക്കുന്നത്. വേറെ അതിൽ ഡീറ്റെയിൽസ് ഒന്നുമില്ല. പിന്നെ ഈ ഒരു സംഭവങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് നൈഷി ട്രൈബ്സ് എന്നൊരു പർട്ടിക്കുലർ ഗ്രൂപ്പാണ്, ട്രൈബുകളാണ്, അവരാണ്. ഇപ്പൊ നൈഷി എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിലെ തന്നെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ട്രൈബൽ ഗ്രൂപ്പുകളാണ്. അവരാണ് ഈ പക്ഷികളുടെ എല്ലാത്തിന്റെയും കാര്യങ്ങളൊക്കെ ടേക്ക് ഓവർ. ഓക്കെ, അപ്പൊ നമ്മള് ഈ നോർത്ത് ഈസ്റ്റില്, അതായത് അരുണാചൽ പ്രദേശില് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ ട്രൈബ്സ് ഉള്ള ഒരു സ്ഥലമാണ്. ഓക്കെ, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ ട്രൈബ്സ് ഉള്ള ഒരു ഏരിയ ആണ് ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ. അപ്പൊ നാഗാലാൻഡ്, ആസാം, മണിപ്പൂർ, മേഘാലയ ഒക്കെ ഒത്തിരി അധികം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പൊ അതില് ഈ അരുണാചൽ പ്രദേശിന്റെ പ്രത്യേകത നൈഷി എന്നൊരു ഗ്രൂപ്പാണ് അവിടെ ഉള്ളത്. അപ്പൊ അവരുടെ തന്നെ ഫസ്റ്റ് ആയിട്ട് അവർ ഈ പറഞ്ഞ പോലെ പക്കെ പാഗ ഹോൺബിൽ ഫെസ്റ്റിവൽ, ദാറ്റ് ഈസ് PPHF. ഈ പക്കെ പാഗ ഹോൺബിൽ ഫെസ്റ്റിവൽ അവര് 2015 ഓർഗനൈസ് ചെയ്യുവാണ് ഇവരുടെ ഒരു പരിപാടിയായിട്ട്. അപ്പൊ പതുക്കെ പതുക്കെ 16, 17, 18 വർഷങ്ങളായപ്പോഴേക്കും എന്തായി, അതൊരു വലിയ ഉത്സവമായിട്ട് മാറി എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. സോ ഓരോ വർഷവും ഇതിന്റെ തീമുകൾ ഇങ്ങനെ അവരുടെ ലാംഗ്വേജിൽ മാറും. സോ ഡിമോത്ത് പോഗ ഹം ദുമോ, അങ്ങനെ പേര്. അതിന് ട്രാൻസ്ലേഷൻ ഇത്രയേ ഉള്ളൂ, ലെസ്റ്റ് അവർ ഹോൺബിൽസ് റിമൈൻസ്, നൈഷി ലാംഗ്വേജിൽ. Okay, so these are the important programs associated with the Hornbill Festival in Arunachal Pradesh. ഇപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കുക, ബേർഡ് വാച്ചിങ് ടൂർ, ലിറ്റററി കോമ്പറ്റീഷൻ, പാൻ ഡിസ്കഷൻ, അങ്ങനെ വളരെ രസകരമായിട്ടുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് അറിയാം, കേരളത്തിൽ നിന്നൊക്കെ ഈ ഒരു ഫെസ്റ്റിവലിന് ടൂർ പാക്കേജുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ട് ടൂർ പോകാൻ പറ്റും ഈ സമയത്ത്. അഥവാ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകാൻ പറ്റുവാണെങ്കിൽ അവരുടെ ഫുഡ്സും മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ചില്ലിയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നതിൽ തെറ്റില്ല. And the next important topic which we are going to discuss is the Atal Mission for Regeneration and Urban Transformation. The point is very clear. The project is Amrit. അർബൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. അപ്പൊ അർബൻ എന്ന് പറഞ്ഞാൽ എന്താ? അർബൻ എന്ന് പറഞ്ഞാൽ സിറ്റി. അപ്പൊ നമ്മുടെ ഇന്ത്യയില് പല പല സിറ്റികളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം, കൊച്ചി, ഇങ്ങനെയുള്ള വലിയ സിറ്റി, കോഴിക്കോട് സിറ്റികൾ. ഈ സിറ്റികളെ ഫോക്കസ് ചെയ്തിട്ട് ആ സിറ്റികളെ മോഡേൺ സ്റ്റൈലിലേക്ക് മാറ്റിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഒരു പ്രൊജക്ട് ആണ് അടൽ മിഷൻ ഫോർ റിജനറേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ, അഥവാ അമൃത്. ഓക്കെ,
അപ്പൊ ഇത് പല പല പ്രോജക്ട് പല സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പൊ മഹാരാഷ്ട്രയിലാണ് ഇത് നമ്മൾ കുറച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഏകദേശം അതിന്റെ ഉദ്ദേശം എന്തായിരിക്കും, ആ ടൗണുകളിലുള്ള അല്ലെങ്കിൽ മെയിൻ സിറ്റിയിലുള്ള വീടുകൾ ഭംഗിയാക്കുക, ഓക്കെ, കടകൾക്ക് ഭംഗി വരുത്തുക, ആവശ്യമില്ലാത്ത റോഡിൽ ആവശ്യമില്ലാത്ത പരിപാടികളും ചെയ്യാതിരിക്കുക, അങ്ങനെ കുറെ കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ഭംഗിയാക്കുന്ന പരിപാടികൾ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഇത് 2015 തൊട്ട് ലോഞ്ച് ചെയ്തതാണ്. മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണ് ഇത് ലോഞ്ച് ചെയ്തത്. അപ്പൊ എന്താണ് മെയിൻ ഉദ്ദേശം? ടൗണുകളിൽ അല്ലെങ്കിൽ മെയിൻ സിറ്റികളിൽ വെള്ളത്തിനുള്ള സപ്ലൈ ഉണ്ടാവുക, വേസ്റ്റ് മാനേജ്മെന്റ് പ്ലാൻ ചെയ്യുക, ഗ്രീനറി ഉണ്ടാവുക, പാർക്കുകൾ പണിയുക, ഓപ്പൺ സ്പേസ് ഉണ്ടാവുക, അതുപോലെ നല്ല ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങൾ ഉണ്ടാവുക. അതായത് വണ്ടികൾ ഓടിക്കുന്ന സ്ഥലം മാത്രമല്ല, സൈക്കിൾ പോകാനും നടക്കാനുള്ള നടപ്പാതകൾ ഉണ്ടാവണം. ഓക്കെ, അങ്ങനെ കുറെ കാര്യങ്ങൾ എല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് അമൃത് എന്നുള്ളൊരു പ്രൊജക്ട് ലോഞ്ച് ചെയ്തത്. അപ്പൊ മെയിൻ ആയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ 500 സിറ്റികൾക്ക് ആണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് പല പല ബിസിനസ്, ഇപ്പൊ ഡ്രെയിനേജ്, വാട്ടർ സപ്ലൈ, അങ്ങനെയുള്ള എല്ലാ പ്ലാനുകളും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓരോരോ സിറ്റികളില് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ അമൃത്. അമൃതിന്റെ ഫസ്റ്റ് മിഷൻ കഴിഞ്ഞു, ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന അമൃത് 2.0 ആണ്. ഓക്കെ, 2.0. And the final topic in this module is about the Ayush Diksha. Ayush Diksha. Okay, so Ayush Diksha സെൻട്രൽ ഗവൺമെന്റിന്റെ ആണ്. ആയുർവേദ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊരു സെൻട്രൽ ഗവൺമെന്റിന്റെ ആയുർവേദ ബേസിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ദാറ്റ് ഇസ് CAR. എവിടെയാ ഉള്ളത്? ഒഡീഷയിലെ ഭാരത്പൂർ ഭുവനേശ്വർ എന്ന സ്ഥലത്താണ് ഈ ഒരു റിസർച്ച് സെന്റർ ഉള്ളത്. അവിടെ ഒരു പ്രൊജക്ട് ആണ്, അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ ആണ് പ്രൊജക്ടിന്റെ ആയുഷ് ദീക്ഷ. ആയുഷ് ദീക്ഷയുടെ ഹെഡ് മെയിൻ മിനിസ്ട്രി ഏതാണ്? മിനിസ്ട്രി ഓഫ് ആയുഷ്. Okay, so it is a human resource development center of the government of India and Central Council of Research in Ayurvedic Science. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ആയുർവേദം അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ജനങ്ങളെ, പിള്ളേരെ ട്രെയിൻ ചെയ്തെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഞാൻ പറയുന്നത് കട്ടായി പോകുന്നുണ്ട്. ഷിഫ, സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഷിഫ എവിടെയാണ്? ഷിഫ. ഓക്കെ, എന്റെ കഥകൾ കേട്ട് പിള്ളേര് ഈ ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് പോവുകയാണോ എന്ന് എനിക്കൊരു സംശയം. വൺ ബൈ വൺ ഓരോരുത്തരുടെ ഞാൻ വിളിക്കാം. ഓക്കെ, ആകാംക്ഷ കേൾക്കണ്ടോ? കേക്കുന്നുണ്ട് സാർ. അലീന കെ? അനന്യ? അനന്യ നെൽസൺ? അനന്യ കേൾക്കണ്ടോ? കേക്കുന്നുണ്ട് സാർ. അനർഘ അവിടെ ഉണ്ടോ? സാർ കേക്കുന്നുണ്ട്. അപർണ ഉണ്ടോ? അപർണ? യെസ് സാർ. അർജുൻ? സാർ ഉണ്ട്. അഷക? അഷക എത്ര? എങ്ങനെ വായിക്കുക? ആശക? അശാക. അശാക. ഓക്കെ, ദീപക്? ഗോപിക? ഹരികൃഷ്ണൻ? കേൾക്കുന്നു സാർ. മേരി? മേരി ഇവിടെ ഉണ്ടോ? കേക്കാണ്ട് സാർ. നീത? കേക്കാനുണ്ട്. നിമിഷ? കേക്കാം സാർ. സാംസങ് എന്നുള്ള ഫോണിന്റെ പേരാണ് സ്ക്രീനിൽ കാണുന്നത്. ആരാ അത്? ജിൻസി ജോസ്. ജിൻസി. ഓക്കെ. സനീഷ്? കേൾക്കാം സാർ. ഷിഫ? ഷിഫ? സൗമ്യ? കേക്കാം സാർ.
Tina, Yes, sir. Yamuna, Yamuna Prasad. കേൾക്കാണ്ട് സർ. Very good. ഇപ്പൊ എല്ലാവരും ഉണ്ട്. Yes. So this is about the അപ്പൊ ആയുർവേദം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ റിസർച്ച് ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് ആയുർവേദിക് കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് തുടങ്ങിയതാണ് ആയുഷ് ദീക്ഷ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, 30 crore will promote the state of the art facilities. ഓക്കെ, ഒരു ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ ലൈബ്രറി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം പഠിക്കാം. ദാറ്റ്സ് ഇറ്റ്. അപ്പം നമ്മള് ഇൻ ദിസ് സെഷൻ വി ടോക്ക് അബൌട്ട് certain important topics. We'll revise once again. And the first one we are talking about the നമ്മയാത്രി വെബ്സൈറ്റ് ആണ്. ഒരു പോർട്ടൽ വഴി നമുക്ക് യാത്ര ചെയ്യാം, ഓട്ടോറിക്ഷ സ്റ്റൈൽ. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന എന്തിനാണെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ഹോൺബിൽ ഫെസ്റ്റിവൽ. അപ്പൊ പക്ക ഭാഗം എന്ന് പറയുമ്പോൾ അവിടെ ടൈഗർ റിസർവ് ആണ്. അപ്പൊ അവിടെ നമ്മൾ അങ്ങനെ പേരിട്ടു. അത്രേ ഉള്ളൂ. സോ ഹോൺബിൽ എന്നുള്ള ഹോൺബിൽ എന്തിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് നമുക്കറിയാം. നെക്സ്റ്റ് വൺ ഈസ് അമൃത് അല്ലെങ്കിൽ അടൽ മിഷൻ ഫോർ റിജനുവേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ. സിറ്റികളെ മോഡിഫൈ ചെയ്ത് സൂപ്പർ ആക്കുക, അതിനുവേണ്ടിയാണ്. And the last topic, Ayush Diksha. So these are the main important which we do in the first session. Now I need to discuss about the second note. Let's start. Okay. Gobiga in budget. ഗോപിക കാണാൻ പറ്റും. കാണാൻ പറ്റുന്നുണ്ട് സാർ. ഓക്കെ, താങ്ക് യു. സോ ഇൻട്രീം ബജറ്റ്, ഞാന് കഴിഞ്ഞ ദിവസം സെഷനില് ഇൻട്രീം ബജറ്റിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ പറഞ്ഞു. ഇൻട്രീം ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ഇടക്കാല ബജറ്റ്, കുറച്ച് ഇടക്കാല ബജറ്റ്. സൗണ്ട് കേൾക്കുന്നു? അർജുൻ, സൗണ്ട് എന്നെ കേൾക്കാം? ബ്രേക്ക് ആയോ? ഞാൻ സാർ കേൾക്കാണ്ട്, ഇടയ്ക്ക് ബ്രേക്ക് ആവും, പക്ഷെ ക്ലിയർ ആവും. ഇപ്പൊ ഓക്കെ ആണോടാ? ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കേൾക്കുന്നു. സാർ ഇപ്പൊ ഓക്കെ ആണ്. ശരി, കേൾക്കണ്ട? അലി കേൾക്കുന്നില്ല. ഹലോ, എനിബഡി കേൾക്കുന്നവരൊന്ന് റിയാക്ട് ചെയ്യോ? എനിക്ക് നിങ്ങൾ പറഞ്ഞ സാർ ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്, ഇടയ്ക്ക് കേൾക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ സൗണ്ട് എങ്ങനെയാണ്? എന്നാണ് എനിക്ക് മെസ്സേജ് കാണുന്നത്. സാർ ഇപ്പൊ ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ എങ്ങനെയുണ്ട്? സൗണ്ട് എങ്ങനെയുണ്ട്? ക്ലിയർ ആണോ? പെർഫെക്റ്റ് ആയിട്ട്? സാർ ക്ലിയർ ആണ്. ഓക്കെ, ഫൈൻ. യെസ്. ഷിഫ, സൗണ്ട് ക്ലിയർ ആണോ? ഇൻട്രീം ബജറ്റ് ഒന്ന് കാണാൻ പറ്റുണ്ടോ? ക്ലിയർ ആണ് സാർ. Let's start. അപ്പോ യെസ്, നെക്സ്റ്റ് ടോപ്പിക് വിച്ച് വി ആർ ഡിസ്കസിങ് ഈസ് അബൌട്ട് ദ ഇൻട്രീം ബജറ്റ്. ഞാൻ പറഞ്ഞു ഇൻട്രീം ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എലക്ഷൻ കഴിഞ്ഞു വിചാരിക്കും.
അപ്പൊ ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രിയൊക്കെ അധികാരത്തിൽ വരുന്നു, മന്ത്രിമാര് ബാക്കിയുള്ളവർ ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഒരു 5 വർഷം ഭരിക്കുന്നു. ഈ 5 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഇലക്ഷൻ വരുമല്ലോ. അപ്പൊ വീണ്ടും ഇലക്ഷൻ വരുമ്പോ ഇവര് തന്നെ ഭരിക്കാൻ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ വേറൊരു ഗ്രൂപ്പ് ഭരിക്കാം. അപ്പം ആ ഒരു ഗ്യാപ്പിൽ പക്ഷെ എല്ലാവരുടെയും സാലറി അങ്ങനെയുള്ള ചെലവുകളൊക്കെ നോക്കാൻ വേണ്ടി, ഡെയിലി എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി ചെറിയ ബജറ്റ്, വലിയ ഭീകര റോക്കറ്റ് ഉണ്ടാക്കുന്ന ബജറ്റ് ഒന്നുമല്ല, ചെറിയ ബജറ്റുകൾ നമ്മൾ അവതരിപ്പിക്കും. വി കോൾ ഇറ്റ് ആസ് ദ ഇൻട്രീം ബജറ്റ്. അത്രേ ഉള്ളൂ. ഓക്കെ, ഇൻട്രീം ബജറ്റ്. അപ്പം ഈ ഇൻട്രീം ബജറ്റ് എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ബജറ്റ് പോലെ തന്നെയാണ്. ഇറ്റ് ഈസ് ആൻ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വിത്ത് ദ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആൻഡ് എക്സ്പെൻസ് ഓഫ് ദ ഗവൺമെന്റ് ഫോർ ദ ഫോളോയിങ് ഫിനാൻഷ്യൽ ഇയർ. അതായത് അടുത്ത വരാൻ പോകുന്ന വർഷത്തെ ചെലവുകൾ മാത്രം ആഡ് ചെയ്തുകൊണ്ട് ഒരു കുഞ്ഞു ബജറ്റ് അവതരിപ്പിക്കുന്നു, താൽക്കാലിക ബജറ്റ്. ദാറ്റ് ഈസ് ഇൻട്രീം ബജറ്റ്. നേരെ മറിച്ച് വലിയ ബജറ്റ് അവതരിപ്പിക്കുകയാണെങ്കിൽ എന്താ, വലിയ വലിയ കാര്യങ്ങൾ, വലിയ വലിയ ഫണ്ടിങ് കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടാവും. സോ ഇലക്ഷനുമായിട്ട് അടുത്ത് എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ വി വിൽ ഡെഫിനറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ആ ബജറ്റ് എന്തായിരിക്കും, ഷോർട്ട് പീരീഡിന് വേണ്ടിയുള്ളതാണ്, ഫോർ ദ കവറിംഗ് ദ ഗവൺമെന്റ് എക്സ്പെൻസസ് ആൻഡ് റവന്യൂ, വരവും ചെലവുകളും മാത്രം നോക്കാൻ വേണ്ടി. അപ്പൊ അത് എന്തായിരിക്കും, പുതിയ ടിൽ എ ന്യൂ ഗവൺമെന്റ് ഈസ് എലക്ടഡ് ആൻഡ് ടേക്സ് ചാർജ്, അതുവരെയുള്ള ചെലവുകൾ. പുതിയ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, ലോകസഭയിൽ പുതിയ ഗവൺമെന്റ് വന്നാൽ അവർ വലിയ ബജറ്റ് അവതരിപ്പിക്കും. അപ്പൊ അതുവരെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന ബജറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇൻട്രീം ബജറ്റ്. സ്വാഭാവികമായിട്ടും കുറച്ച് കാലത്തേക്ക്, ഫ്യൂ മന്ത്സിലേക്ക് ഉണ്ടാവുള്ളൂ. വലിയ മേജർ പോളിസികളൊന്നും അതിൽ അനൗൺസ് ചെയ്യത്തില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ അതിൽ കൊണ്ടുവരൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇൻട്രീം ബജറ്റ് കൊണ്ടുവരാൻ വേണ്ടി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ദർ ഇസ് നോ പ്രൊവിഷൻസ്, ഒരു വഴിയൊന്നുമില്ല. പിന്നെ നമ്മൾ നടപ്പിലാക്കുന്നില്ല, കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. നമ്മളല്ലാതെ നമ്മൾ ചെയ്യുന്ന ഒരു കോമൺ പ്രാക്ടീസ് ആയിട്ട് പണ്ട് തൊട്ടേ ചെയ്തു വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കൊണ്ടുവരുന്ന ഈ ബജറ്റുകൾ പാർലമെന്റിൽ എന്ത് ചെയ്യണം, പാർലമെന്റ് അംഗീകരിക്കും. അപ്പൊ അവര് വോട്ട് ഓൺ അക്കൗണ്ട് ഇടും. എന്നിട്ട് അത് പ്രകാരം പാർലമെന്റിന്റെ അപ്രൂവൽ വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഈ പൈസയും സാലറിയും ഒക്കെ എടുത്ത് കൊടുക്കുക. അതിനെയാണ് വോട്ട് ഓൺ അക്കൗണ്ട് എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇൻട്രീം ബജറ്റ്. അപ്പം ഇപ്പൊ നിങ്ങൾക്ക് അറിയാം 2024-25 ഇലക്ഷൻ വരാൻ പോവാണ്. സ്വാഭാവികമായിട്ടും ഇപ്പൊ വന്നിരിക്കുന്ന ഒരു ചെറിയ ബജറ്റാണ് ഇൻട്രീം ബജറ്റ്. സോ അതിന്റെ ജസ്റ്റ് കാര്യങ്ങൾ മാത്രം, അതിൽ വലിയ 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 സ്കീമുകളോ വലിയ വലിയ പരിപാടികളോ ഒന്നും ഇല്ല, ചെറുകിട പരിപാടികളാണ്. അപ്പൊ അതിലൊരു ഇമ്പോർട്ടന്റ് ഉള്ളത് റൂഫ് ടോപ്പ് സോളറൈസേഷൻ. വീടുകളുടെ മുകളിലെല്ലാം സോളാർ പാനലുകൾ വെച്ചിട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പരിപാടി. അതുപോലെ പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന, ഗ്രാമീണ ആവാസ് യോജന, വീട് വെച്ച് കൊടുക്കുന്ന പരിപാടി. അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് വാക്സിൻ കൊടുക്കാൻ വേണ്ടിയുള്ള പരിപാടി. അത് എന്തിനു വേണ്ടിയാണ്, സെർവിക്കൽ ക്യാൻസർ. ഓക്കെ, പ്രിവെൻഷൻ ഓഫ് സെർവിക്കൽ ക്യാൻസറിന് വേണ്ടിയുള്ള വാക്സിൻ. ഓക്കെ, പിന്നെയുള്ള സംഘം അംഗൻവാടി ആൻഡ് പോഷൻ, അംഗൻവാടികൾ വഴി കുട്ടികൾക്ക് അംഗൻവാടി സെന്റർ വഴി നല്ല ന്യൂട്രിയൻസ് ഫുഡ് കൊടുക്കാൻ വേണ്ടിയുള്ള പരിപാടി. അതുപോലെ യുവിൻ പ്ലാറ്റ്ഫോം. യുവിൻ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്മ്യൂണൈസേഷൻ ആണ്, നമ്മുടെ കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കുക മെയിൻ ആയിട്ടുള്ള. അപ്പം അതില് ഇന്ദ്രധനുഷ് എന്നൊരു പേരിട്ടുണ്ട്, മിഷൻ ഇന്ദ്രധനുഷ്. സ്ക്രീൻ നോക്കിയാൽ കാണാൻ പറ്റും. ഇന്ദ്രധനുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചോദിച്ചു എന്താ നിങ്ങൾക്ക് അറിയാൻ, ആർക്ക് പറയാൻ പറ്റും ഈ ക്ലാസ്സിൽ ഇന്ദ്രധനുഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആർക്കെങ്കിലും പറയാൻ പറ്റും? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഇന്ദ്രധനുഷ്? ആർക്കെങ്കിലും എന്റെ ക്ലാസ്സില് ഇന്ദ്രധനുഷ് എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? ഇന്ദ്രന്റെ ആയുധം. ഓക്കെ, ആരെങ്കിലും ഇവിടെ ഗൂഗിൾ അടിക്കാതെ പറയണം കേട്ടോ. ഇന്ദ്രധനുഷിന്റെ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഈ ക്ലാസ്സിൽ ആർക്കെങ്കിലും അറിയാം? ഇന്ദ്രന്റെ ആയുധം എന്നൊരാൾ പറഞ്ഞു, ഞാൻ അതിനോട് യോജിക്കുന്നില്ല, എതിർക്കുന്നു. ഇന്ദ്രധനുഷ് എന്ന വാക്ക് വളരെ പോയറ്റിക് ആയിട്ടുള്ള ഒരു വാക്കാണ്. പിള്ളേരെ, നിങ്ങൾ വായനാശീലം ഒന്നും ഇല്ല. ഇന്ദ്രധനുഷ് എന്ന് പറഞ്ഞാൽ മഴവില്ലെന്നാണ്, മഴവില്ല്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇന്ദ്രധനുഷ്. അപ്പൊ എന്റെ അടുത്ത ചോദ്യം, ഈ ഇന്ദ്രധനുഷില് എത്ര കളർ ഉണ്ടെന്നുള്ള അത് ആർക്ക് പറയാൻ പറ്റും? മഴവില്ലിൽ എത്ര കളർ ഉണ്ട്? 7 കളർ. അത് കറക്റ്റ് ആണ്. അപ്പം ഇന്ത്യയിലുള്ള ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് 7 വലിയ അസുഖങ്ങളിൽ നിന്ന് രക്ഷ കൊടുക്കുന്ന രീതിയിലുള്ള 7 ടൈപ്പ് ഓഫ് വാക്സിനേഷൻ കുത്തിവെപ്പുകൾക്ക് ഇട്ടിരിക്കുന്ന പേരാണ് മിഷൻ ഇന്ദ്രധനുഷ്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ഓർത്തു വെക്കും. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ട്, യുവിൻ പ്ലാറ്റ്ഫോം. നമ്മൾ കോവിഡിന് വേണ്ടി വാക്സിൻ ചെയ്തപ്പോൾ ഉണ്ടാക്കിയ പോലെ ഒരു പരിപാടിയാണ് യുവിൻ മിഷൻ ഇന്ദ്രധനുഷ്. ഓക്കെ, അപ്പൊ ഇത് മാത്രമല്ല, നമ്മുടെ ഈ ബജറ്റിൽ ആയുഷ്മാൻ ഭാരത്, എല്ലാവർക്കും ഇൻഷുറൻസ് സ്കീം, ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം കൊടുക്കുന്ന പരിപാടിയൊക്കെ ചെറുതായിട്ട്. അതുപോലെ തന്നെ ഓയിൽ സീഡുകൾക്ക് വേണ്ടി
ഒരു നമ്മുടെ ഇവിടെ ഓയിൽ സീഡുകളുടെ ഡെവലപ്മെന്റിന് വേണ്ടി ആത്മനിർഭർ ഭാരതിൽ അതിൽ കൊണ്ടുവരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പ്രധാനമന്ത്രി മത്സ്യ സമ്പാദ യോജന, മീൻപിടുത്തക്കാർക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, അതുപോലെ ലഖ്പതി ദീദി ഫോർ 2 crore 3 crore, ഗവൺമെന്റിന്റെ ലഖ്പതി ദീദി എന്നൊരു സ്കീം, കുട്ടികൾക്ക് അംഗൻവാടി വഴി തന്നെ കൊടുക്കുന്ന ഒരു വെൽഫെയർ സ്കീമുകൾ മാത്രം. അപ്പൊ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രം. അതുപോലെ മെട്രോ, നമോ ഭാരത്, അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പരിപാടികൾ മാത്രമാണ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് ഇൻട്രീം ബജറ്റിന്റെ കുഞ്ഞു കഥ. എന്താണ് ഇൻട്രീം ബജറ്റ് എന്നും 2024-25 ഇൻട്രീം ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന ചെറിയ കാര്യങ്ങളും ഓർത്തു വെക്കുക. Okay, so these are about the first topic. Next one, it's about the Corruption Perception Index. Corruption Perception Index 2023. CPI, Corruption Perception Index. Corruption എന്ന് പറഞ്ഞാൽ എന്താ? അഴിമതിയാണ്. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ കാണുക. അപ്പൊ അഴിമതി കണ്ടുപിടിക്കുക, അതുവഴി എന്ത് പറ്റുവാണ്? ഒരു രാജ്യം അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായ കണക്കനുസരിച്ച് ചെയ്യുക, അങ്ങനെ ട്രാൻസ്പെറന്റ് ആവുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു റിപ്പോർട്ട്, അതായത് കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് എന്ന റിപ്പോർട്ട് എല്ലാ വർഷവും പബ്ലിഷ് ചെയ്യുന്നത് ഒരു ഏജൻസിയാണ്. ആ ഏജൻസിയുടെ പേരാണ് ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ. അത് ഇന്റർനാഷണൽ ഏജൻസിയാണ്. ഇതിന്റെ ഹെഡ് ക്വാർട്ടർ ജർമ്മനിയിലെ ബെർലിനിലാണ്. 93 വന്നിട്ടുള്ള ഈ ഏജൻസി ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും കറപ്ഷനെ കുറിച്ച് അന്വേഷിച്ച് കണ്ടുപിടിച്ച് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യും. ആ റിപ്പോർട്ടിന്റെ പേരാണ് കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ്. ആൻഡ് അത് പബ്ലിഷ് ചെയ്യുന്ന ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ, ഹെഡ് ഓഫീസ് ഇൻ ബെർലിൻ, ജർമ്മനി, ആൻഡ് ഫൗണ്ടഡ് ഇൻ 1993. ഓക്കെ, അപ്പൊ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും 150 രാജ്യത്തിന്റെ ടെറിട്ടറീസിന് അവര് പല കാര്യങ്ങളിൽ ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് 0 തൊട്ട് 100%. 100 എന്നുള്ള വാല്യൂ കിട്ടി കഴിഞ്ഞാൽ വെരി ക്ലീൻ, 0 എന്ന് പറഞ്ഞാൽ ഹൈലി കറപ്റ്റ് ആണ്. അങ്ങനെ അപ്പൊ അവരെവിടേക്ക് നോക്കും? പബ്ലിക് സെക്ടർ നോക്കും, അതുപോലെ ഓരോ രാജ്യങ്ങളിലെ ലോ എൻഫോഴ്സ്മെന്റ്, അതുപോലെ കോടതികൾ നോക്കും. അങ്ങനെ അപ്പൊ ഈ 180 രാജ്യങ്ങളിൽ ഇന്ത്യ 93ാം സ്ഥാനത്താണ് കിടക്കുന്നത്. അപ്പൊ കറപ്ഷനിൽ അത്ര മോശമല്ല. അപ്പം ഓവറോൾ സ്കോർ ഓഫ് ഇന്ത്യ 39 ആണ്. ഓക്കെ, 100-ല് 39ാമത്തെ റാങ്ക് കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു ഡിക്രീസ് വന്നിട്ടുണ്ട്. 40 2022 39ലേക്ക് മാറിയിരുന്നു. അപ്പം ഈ ഒരു റിപ്പോർട്ട് 0 തൊട്ട് 100 വരെയാണ് വാല്യൂ വരിക, മാർക്ക് കിട്ടുക. അപ്പൊ ഇന്ത്യയുടെ മാർക്ക് 39. ഓക്കെ, ഇതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഏറ്റവും കൂടുതൽ മാർക്കുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ന്യൂസിലൻഡ് ആണ്. ഏറ്റവും മോശം കിടക്കുന്നത് സോമാലിയ തൊട്ട് യമൻ വരെയുള്ള രാജ്യങ്ങളാണ്. ഓക്കെ, സോ അത് നമ്മൾ ഓർത്തു വെച്ചോളാം. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ്. വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഞാൻ ഈ പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് അബൌട്ട് ദ ആയുഷ് ദീക്ഷ. അത് നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക് ആണ്. ഓക്കെ, സോ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു. ഓക്കെ, എനിവേ യു ക്യാൻ ഗോ ത്രൂ ഇറ്റ്. ആൻഡ് ലാസ്റ്റ് ക്ലാസ് വി ഡിസ്കസ് അബൌട്ട് ദ മൈ ഭാരത്. ഓക്കെ, അപ്പൊ 2 ടോപ്പിക്കിൽ റിപ്പീറ്റ് വന്നത് കൊണ്ട് അത് നിങ്ങൾ തന്നെ വായിച്ചാൽ മതി. സോ മേരി യുവഭാരത്. അപ്പൊ കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ ക്ലാസ്സിലെ നോട്ട്സ് നോക്കിയാൽ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് 2023 മൈ ഭാരത് എന്ന നമ്മുടെ ചെറുപ്പക്കാരായ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതൊരു ഓട്ടോണമസ് ബോഡിയാണ് നമ്മൾ പഠിച്ചതാണ്. സോ റിപ്പീറ്റിംഗ് ടോപ്പിക് ആയതുകൊണ്ട് ഐ എം നോട്ട് ഡീലിംഗ് മച്ച് ടൈം വിത്ത്. ആൻഡ് ഓൾസോ വൺ മോർ ടോപ്പിക് അഗൈൻ റിപ്പീറ്റ് വന്നിട്ടുണ്ട്, 8 core industries. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് റിപ്പീറ്റ് വരുന്നത് വെച്ചാൽ വേറൊന്നുമില്ല, ഒരേ വിഷയം തന്നെ പത്രത്തില് റീസെന്റ് ആയിട്ട് വരുന്ന ന്യൂസുകൾ റിപ്പീറ്റ് വരും ഉണ്ടോ. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തതൊക്കെ പറയുമ്പോൾ വീണ്ടും വീണ്ടും വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മൾ വീണ്ടും ഒന്ന് വായിച്ചു പഠിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. സോ ഇൻ ദിസ് കറന്റ് അഫയേഴ്സ് നോട്ട് what we discussed till now, we discuss about the one important topic, interim budget. Second is we talk about the corruption perception index, and the third important topic we talk about the Ayush Diksha, and next one is My Bharat, and the 8 core industries. Okay.